തമിഴ്നാട് വാൽപ്പാറയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജനവാസ മേഖലയിലെത്തിയ കാട്ടാന തപാൽ ഓഫീസ് തകർത്തു. 9 കാട്ടാനകളാണ് എത്തിയത്. തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേർന്നത്. ലെവിൻ, കാട്ടാന എത്തി, ഏതു തരത്തിലാണ് നാശനഷ്ടമുണ്ടാക്കിയത്? സ്വാതി, ഇന്ന് പുലർച്ചെയാണ് കോയമ്പത്തൂർ ജില്ലയിൽ കേരള അതിർത്തിയോട് ചേർന്ന വാൽപ്പാറയിൽ ഇത്തരത്തിൽ വീണ്ടും കാട്ടാന ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിരന്തരമായി 10-13 ആനകൾ നിരന്തരമായി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയെന്നുള്ള വണ്ണമാണ് ഇന്ന് വീണ്ടും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കാട്ടാന എത്തിയത്. സിങ്കോണ എസ്റ്റേറ്റ് ഭാഗത്താണ് ഇന്ന് കാട്ടാന എത്തിയത്. 9ഓളം ആനകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വാൽപ്പാറയിലെ ഈ സിങ്കോണ എസ്റ്റേറ്റിൽ സ്ഥാപിച്ചിരുന്ന തപാൽ ഓഫീസാണ് കാട്ടാന തകർത്തത്. കഴിഞ്ഞ ആഴ്ച ജനവാസ മേഖലകളിൽ ഇറങ്ങിയ ആന വ്യാപാര സ്ഥാപനങ്ങളിൽ അടിച്ചു കയറി ആക്രമണം നടത്തുകയും ആളുകളെ ഭയപ്പെടുത്തി ഓടിക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനു മുൻപ് ഒരു തവണ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യക്തി മരിക്കുകയും 4 ആളുകൾ ചികിത്സ തേടുകയും ഒക്കെ ചെയ്തു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരമായി കാട്ടാന ശല്യം ഉണ്ടാകുന്നു. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എസ്റ്റേറ്റ് തൊഴിലാളികളും നാട്ടുകാരും അടക്കം ആരോപിക്കുന്നത്. കേരള അതിർത്തിയോട് ചേർന്ന പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ആനശല്യം കേരള അതിർത്തി വാൽപ്പാറയിലേക്കും എത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അത്തരമൊരു സാഹചര്യങ്ങൾ മുൻനിർത്തി ആനകളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരന്തരം പരാതി നൽകുന്നുണ്ടെങ്കിലും കേരള ഗവൺമെന്റിന്റെ ആണെങ്കിലും തമിഴ്നാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പൊതുവായ പരാതി. ഏതായാലും ഇന്ന് ആന എത്തിയത് ആളുകളെ ഉപദ്രവിച്ചിട്ടില്ല. ഒരു പോസ്റ്റ് ഓഫീസിൽ തകർത്തതിനപ്പുറത്ത് ആളുകൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. സ്വാതി. ശരി ലെവിൻ.